അപ്പോൾ ഇന്നത്തെ കഥ എന്താ? ഇത് ഇന്നത്തെ കഥയൊന്നും അല്ല കേട്ടോ. തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസമുള്ള ഒരു കഥയാണ്. പിന്നെ എന്തേ ഇത് ഇത്ര ഇടാൻ വൈകിയെന്ന് ചോദിച്ചാൽ എനിക്കൊരു വൈറൽ ഫീവർ പനി തന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൂസിന് സ്കൂൾ തുറക്കാൻ വലിയ ദിവസമൊന്നും ഇല്ലായിരുന്നല്ലോ തിരുവോണം കഴിഞ്ഞിട്ട്. എന്നെ മാത്രം ഒരിടത്തും കൊണ്ടുപോകണില്ല, ഫ്രണ്ട്സിനെ എല്ലാം എല്ലായിടത്തും കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്ന് ഒരേ വിളിയായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ണൂസിനെയും കൊണ്ട് നേരെ ഓണം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഈ പ്രാവശ്യം നമ്മുടെ കല്യാണി കുറച്ചുകൂടെ വളർന്നിട്ടുണ്ടല്ലോ. ഫസ്റ്റ് തന്നെ അച്ഛനും മോളും കൂടെ ഡ്രാഗനിലാണ് കേട്ടോ കയറിയത്. എനിക്കും ഇതിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ നമ്മളെ കല്യാണിക്കും അതിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നേ. പക്ഷെ അവൾ തീരെ കുഞ്ഞായിരുന്നതുകൊണ്ട് എനിക്കൊരു പേടി കേട്ടോ. ഇനിയിപ്പോൾ ഇത് മുകളിലോട്ടൊക്കെ പൊങ്ങുമ്പോൾ കുഞ്ഞ് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകണമെങ്കിലോ അതുകൊണ്ട് പിന്നെ ഞാൻ അതിൽ കയറാൻ നിന്നില്ല. പിന്നെ അച്ഛനും മോളും കൂടെ കയറിയിട്ട് വന്നേ. പിന്നെ നമ്മുടെ കല്ലൂസിനെയും കണ്ണൂസിനെയും കൂടെ ഒരു സ്വിങ്ങിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. കുറച്ച് നേരം കണ്ണൂസിൻ്റെ മടി ഇരുന്നെങ്കിലും പിന്നെ അവൾക്ക് അങ്ങ് ബോധിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവളങ്ങ് ഇറങ്ങിപ്പോയേ. അത് കഴിഞ്ഞ് നമ്മുടെ കല്ലൂസിനെയും കൂടെ ദാ ഈ ഒരു സാധനത്തിൽ കയറ്റി വിട്ടു കേട്ടോ. കല്യാണിക്ക് ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടെ. കല്യാണി ഫസ്റ്റ് ടൈമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനത്തിലൊക്കെ കയറണം കേട്ടോ. കണ്ണൂസ് ഇതുപോലെ വരുമ്പോഴത്തേക്ക് ഫസ്റ്റൊക്കെ വരുമ്പോൾ ഇതിൽ ചെന്ന് കയറുമായിരുന്നേ. അങ്ങനെ കല്യാണി ഇതിൻ്റെ ഒരു മുക്കാൽ പങ്കും കവർ ചെയ്ത് അവൾ മോളിൽ കയറി. പക്ഷേ ഇടയ്ക്ക് വെച്ച് അവളെ കാലൊന്ന് സ്ലിപ്പായി. പിന്നെ അവിടെ നിന്നൊരു പയ്യനാണ് കേട്ടോ അവളെ ഇറക്കി വിട്ടാൽ. പിന്നെ കുറേ നേരം അവൾ അവിടെ നിന്ന് ചാടി കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് എന്താ നമ്മുടെ ചേട്ടൻ്റെ പരീക്ഷണം റിങ് എറിഞ്ഞ് നോക്കിയതാണ് എന്തെങ്കിലും കിട്ടുമെന്ന്. അവസാനം വലുതി പിടിച്ചിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിട്ടാ. പിന്നെന്താ ബോൾ ഉരുട്ടി വിട്ട് നോക്കി, അതിലെങ്കിലും എന്തെങ്കിലും നടക്കുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അവസാനം അതിലും ഒന്നും കിട്ടിയില്ല. പിന്നെ ഉന്നം തെറ്റിക്കത് 6 ഗ്ലാസ് അങ്ങോട്ട് എറിഞ്ഞ് വിട്ടേ. പക്ഷേ 2 ഗ്ലാസ് നമുക്ക് പണി തന്നു. അതുകൊണ്ട് 2 ബോൾ വെറുതെ വേസ്റ്റായിപ്പോയി. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താ നമ്മുടെ പിള്ളേർക്ക് വീണ്ടും കാറ് കയറണമെന്ന് പറഞ്ഞാൽ അവരെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കാറ് ഇരുത്തി കേട്ടോ. ചേച്ചി അനിയത്തി മൊത്തത്തിൽ ഹാപ്പി ആയെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലേ ഇതിലെല്ലാം കയറി കഴിഞ്ഞപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു. പോണ വഴിക്ക് പിന്നെന്താ കണ്ണൂസിന് നമ്മുടെ പടക്കം കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ തറയിലിട്ട് പൊട്ടിക്കണല്ലേ സാധനം, അത് കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. പിന്നെ പാനിപ്പൂരി വാങ്ങിച്ചു കൊടുത്തു. എല്ലാം കൊണ്ട് പിള്ളേർ സെറ്റ് ഭയങ്കര ഹാപ്പി ആയിരുന്നേ. പിന്നെ എന്തായാലും ഇറങ്ങിയല്ലേ രാത്രിത്തെ ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രി ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിറ്റേ ദിവസം തൊട്ട് പനിയായി തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷം. ടാറ്റാ ബൈ ബൈ, സീ യു.